കണ്ണൂരിനെ സംബന്ധിച്ച് എൽഡിഎഫിന് മേൽക്കോയ്മയുള്ള അല്ലെങ്കിൽ എൽഡിഎഫിന്റെ കയ്യിൽ ഭദ്രമായ ഒരു ജില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിനനുബന്ധിച്ചാണ് ഇത്തരത്തിൽ കണ്ണൂരിൽ എൽഡിഎഫിന് മേൽക്കോയ്മയെങ്കിൽ അത് ലോക്സഭയിലേക്ക് വരുമ്പോൾ അത് യുഡിഎഫിന് അധികാരമുള്ള ഒരു സ്ഥലമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ കണ്ണൂരിനെ ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പില് ഇനി യുഡിഎഫിന് തിരിച്ചുപിടിക്കാനുള്ള സാധ്യതകൾ എന്തെങ്കിലും കാണുന്നുണ്ടോ? 2015 കണ്ണൂർ കോർപ്പറേഷൻ രൂപീകൃതമായ ശേഷം ആദ്യഘട്ടത്തിൽ LDF ആയിരുന്നു ഭരണത്തിലെത്തിയിരുന്നത്. അതിനുശേഷം അവർക്ക് അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കേണ്ട ഒരു സാഹചര്യം വന്നിട്ടില്ല. അതായത് അതിനുശേഷം UDF ആണ് ഇത്തരത്തിൽ കണ്ണൂർ കോർപ്പറേഷൻ വിജയിച്ചു കൊണ്ടിരിക്കുന്നതും ഇനി അവർക്കാണ് സാധ്യതകൾ കൂടുതലുള്ളതെന്നുമാണ് പറയുന്നത്. ഈ CPM, അതായത് രാഹുൽ മാങ്കൂട്ടം വിഷയം എടുത്തു നോക്കിയാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രസംഗമൊക്കെയാണ് ഇപ്പോൾ എല്ലായിടത്തും ചർച്ച ചെയ്യുന്നത്. പിണറായി വിജയനുള്ള ധർമ്മടം അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ കണ്ണൂർ, KK ശൈലജ ടീച്ചറിൻ്റെ കണ്ണൂർ ഒക്കെ ഭരിക്കുന്നത് ആരാണ്, അവിടുത്തെ MP ആരാണ്, ഗർജിക്കുന്ന സിംഹമായ കുമ്പക്കുടി സുധാകരനാണ് എന്നുള്ള വീഡിയോസൊക്കെ എടുത്തു വെച്ചിട്ടാണ് ഇപ്പോൾ അവർ പ്രചരണം നടത്തുന്നത്. അപ്പോൾ അത്തരത്തിൽ നോക്കുമ്പോൾ കഴിഞ്ഞ 5 വർഷം UDF ആണ് അവിടെ ഭരിച്ചിരുന്നത്. ഇപ്പോഴും അവിടുത്തെ ഫീൽഡ് റിപ്പോർട്ടുകൾ പ്രകാരം UDFന് ഒരു എഡ്ജ് കിട്ടുന്ന ഒരു സാഹചര്യം നിലവിൽ അവിടെ ഉണ്ട്. തിരിച്ചു പിടിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും, എല്ലാ മിഷനറികളും എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിപ്പിക്കുകയാണ് CPM. നോക്കൂ, 55 സീറ്റുകൾ ഉണ്ടായിരുന്നു. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ കോൺഗ്രസിന് 20 സീറ്റുകളും 14 സീറ്റ് ലീഗിനുമായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ കൃത്യമായ രാഷ്ട്രീയ പോരാട്ടം, രാഷ്ട്രീയമായി അവിടെ ഉപയോഗിക്കുന്ന രാഹുൽ മാങ്കൂട്ടം വിഷയമായാലും സ്വർണ്ണപ്പാള വിഷയമായാലും ഇതെല്ലാം തന്നെ ആയിരിക്കും ഇടത് വലത് മുന്നണികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ഉപയോഗിക്കാൻ. എന്തൊക്കെയാണ് കണ്ണൂരിനെ സംബന്ധിച്ച് നമുക്കറിയാം. കണ്ണൂരിൽ ഇപ്പൊ നിലവിൽ ഈ പറയുന്ന കോർപ്പറേഷൻ മാത്രമാണ് UDFന് ഒരു ആശ്വാസമായിട്ട് നിലവിലുള്ളത്. അതിനപ്പുറത്തേക്ക് നമ്മൾ പരിശോധിച്ചാൽ 12-14 ഇടങ്ങളിൽ ഇപ്പോൾ തന്നെ എതിരാളികളില്ലാതെ LDF വിജയിച്ചു കഴിഞ്ഞു എന്നുള്ള വാർത്തകൾ ഒരു സമയത്ത് വളരെയധികം ശ്രദ്ധേയമായിരുന്നു. പിന്നെ കണ്ണൂരിന്റെ ഒരു രാഷ്ട്രീയ പാരമ്പര്യം പരിശോധിച്ചാൽ അത്ര വലിയ കാര്യമാക്കേണ്ട കാര്യം ഇല്ലെങ്കിൽ പോലും ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് UDFന് അത്രത്തോളം ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ കണ്ണൂരിൽ ഇപ്പോൾ നിലവിലെ LDFനുള്ള നേട്ടം നമുക്ക് തള്ളിക്കളയാൻ സാധിക്കാത്ത. LDFന്റെ സാധ്യതകൾ എങ്ങനെയൊക്കെയാണ് ഹർഷ? കണ്ണൂർ ജില്ലയെ നമ്മൾ ഒട്ടാകെ എടുത്ത് നോക്കിയാൽ നമുക്കറിയാം, ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സമയത്ത് അല്ലെങ്കിൽ ഓരോ പാർട്ടിയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച സമയത്ത് 12-14 ഇടങ്ങളിൽ ഇപ്പോൾ തന്നെ സ്ഥാനാർത്ഥികളില്ലാതെ എതിരില്ലാതെ LDF വിജയിച്ചു കഴിഞ്ഞ വാർത്തകളൊക്കെ പഞ്ചായത്തുകളിൽ ഈ ഒരു വാർത്ത വന്ന സമയത്ത് നമുക്കറിയാം കണ്ണൂരിന്റെ രാഷ്ട്രീയ പാരമ്പര്യം അനുസരിച്ച് അത്ഭുതപ്പെടാനോ ഒന്നും തന്നെ അതിലില്ലെങ്കിൽ പോലും കോൺഗ്രസിന് ഇത് അത്രത്തോളം ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അത് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതിനപ്പുറത്തേക്ക് നമ്മൾ ജില്ലാ പഞ്ചായത്തുകളുടെ കണക്കുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ 75 പഞ്ചായത്തുകളിൽ 56 LDFന്റെ കയ്യിൽ തന്നെയാണ് ഇരിക്കുന്നത്. വെറും 14 എണ്ണം മാത്രമാണ് നിലവിലെ UDF ഭരിക്കുന്നത്. അതുപോലെ തന്നെ 9 നഗരസഭകളിൽ 6 ഇടതിന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. ഈ ഒരു കണക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ആകെ ഒരു ആശ്വാസം UDFനുള്ളത് കോർപ്പറേഷനിൽ മാത്രമാണ് എന്നുള്ളതാണ്. പിന്നെ നേരത്തെ ചേട്ടൻ സൂചിപ്പിച്ചതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആ ഒരു പ്രസംഗം ഇപ്പൊ അത്ര സജീവമല്ലെങ്കിൽ ഒരു സമയത്ത് വളരെയധികം സജീവമാവുകയും കണ്ണൂരിൽ അത് കോൺഗ്രസിന് വലിയൊരു ചോരത്തിളപ്പ് നൽകിക്കൊണ്ട് ഈ പറയുന്ന പ്രചാരണത്തിലൊക്കെ സജീവമായി ജില്ലാ പഞ്ചായത്തുകൾ, പഞ്ചായത്ത് ബ്ലോക്ക് തലത്തിൽ നിന്നും ഇപ്പം UDFന്റെ കണ്ണൂർ കോർപ്പറേഷന്റെ ഭരണത്തിൽ വരികയാണെങ്കിൽ 2020 മുസ്ലിം മഠത്തിൽ എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു അവിടുത്തെ മേയർ എന്ന് പറയുന്നത്. അദ്ദേഹം എത്രത്തോളം നല്ല രീതിയിൽ കണ്ണൂർ കോർപ്പറേഷനെ ചലിപ്പിച്ചു എന്നുള്ളതിൻ്റെ ഒരു വിധിയെഴുത്ത് കൂടി ആയിരിക്കും വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് എന്നുള്ളത്. പക്ഷേ ഒരുപാട് തരത്തിലുള്ള ആരോപണങ്ങൾ അവിടെ ഉയർന്നിരുന്നു. ഈ ജലശുചീകരണ പദ്ധതിയുടെ ഭാഗമായി 40 കോടി രൂപ ആദ്യഘട്ടത്തിൽ അവിടെ പ്രഖ്യാപിച്ചാണ്. അത് പിന്നെ 140 കോടിയാക്കാനുള്ള ശ്രമം നടന്നു എന്നുള്ള ആരോപണങ്ങൾ ശക്തമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് 100 കോടിയുടെ അഴിമതി LDF UDF സർക്കാരിന് മേലിലൊക്കെ ഏൽപ്പിക്കുന്നുണ്ടെങ്കിലും അത് മറികടക്കാൻ സാധിക്കുമോ എന്നുള്ളൊരു ചോദ്യം അവിടെ നിൽക്കുന്നു. പിന്നെ ഓഡിറ്റ് റിപ്പോർട്ട് പ്രകാരം 1.77 കോടി രൂപയുടെ അധിക ചെലവ് ഇപ്പോൾ വന്നിട്ടുണ്ട് എന്ന തരത്തിൽ. അപ്പോൾ ഇതൊക്കെ ഒരു അഴിമതിയുടെ സൂചന അതിനകത്ത് ഉണ്ട് എന്നുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതായത് മുന്നോട്ട് വെച്ചിട്ടുണ്ട് LDF. പക്ഷേ UDF എന്താണ് എല്ലായിടത്തും കുറ്റപത്രം എന്ന രീതിയിൽ LDFന്റെ വികസനം ഒരിടപ്പോൾ LDFന്റെ പ്രതിപക്ഷം എന്തൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നോ അതെല്ലാം ചേർത്തുള്ള പത്രികകൾ അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളെല്ലാം തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമം കണ്ണൂർ കോർപ്പറേഷനെ സംബന്ധിച്ച് വലിയ രാഷ്ട്രീയ ചരിത്രമുള്ള ഒന്നുമില്ല. അടുത്ത കാലത്തായിട്ട് ഒരു 10 വർഷത്തിനിടയിൽ വന്നിട്ടുള്ള ഇത്തരത്തിലുള്ളൊരു കോർപ്പറേഷനാണ്. ഏറ്റവും പുതുതായിട്ട് വന്നിട്ടുള്ള ഒരു കോർപ്പറേഷൻ കൂടിയാണ്. പിന്നെ അവിടെ സജീവമായി ചർച്ചയാകുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടം വിഷയവും അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം വിഷയമൊക്കെ അല്ല, അതൊക്കെ സജീവമായി ചർച്ചയാവുമെങ്കിൽ പോലും നമ്മൾ ചിന്തിക്കേണ്ടത് ഈ പറഞ്ഞ PP ദിവ്യയുമായി ബന്ധപ്പെട്ട നവീൻ ബാബുവിന്റെ മരണവും വലിയ രീതിയിൽ LDFന് കണ്ണൂരിൽ തിരിച്ചടിയാകുമെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. സ്വാഭാവികമായും ഈ ഒരു PP ദിവ്യക്ക് ഇത്തവണ സീറ്റ് ഇല്ല എന്നുള്ളതും ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യമായിരുന്നു. സീറ്റ് നൽകിയില്ലെങ്കിൽ പോലും ഇത്തരത്തിൽ പാർട്ടിയോട് ചേർന്ന് നിന്നിരുന്ന നവീൻ ബാബുവിനെ
ബാബുവിനെ പോലുള്ള ഒരു വ്യക്തിയെ പാർട്ടി അവസാന നിമിഷം കൈയൊഴിഞ്ഞത്, അല്ലെങ്കിൽ മരണത്തിൽ പോലും അവരൊരു നവീൻ ബാബുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള രീതി, അല്ലെങ്കിൽ ആ ഒരു കുടുംബത്തിനെ ചേർത്ത് പിടിക്കാതിരിക്കുന്നിടത്തോളം കാലം അത് LDF വലിയ രീതിയിൽ ഒരു തിരിച്ചടിയാവാൻ സാധ്യതയില്ലേ? തീർച്ചയായിട്ടും. അതായത് അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസമെല്ലാം ചർച്ച ചെയ്ത പോലെ ഈ രാഹുൽ മാങ്കൂട്ട് വിഷയം, സ്വർണ്ണപ്പാളിയും PP ദിവ്യയുമുള്ള വിഷയങ്ങൾ ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കുക എന്ന് പറയുന്നത് കണ്ണൂർ രാഷ്ട്രീയത്തിലായിരിക്കും. അത് പൊളിറ്റിക്കലി ഹൈ ലിറ്ററസിയിൽ ഇത്തരം കാര്യങ്ങൾ, അതായത് ബ്ലഡിൽ കൊണ്ടു കിടക്കുന്ന ആൾക്കാരാണ് കണ്ണൂരുകാർ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം. അപ്പോൾ അത്തരത്തിൽ ബാക്കി എന്നും അത് പ്രതിധ്വനിച്ചില്ലെങ്കിലും ഇത്തരത്തിൽ കണ്ണൂരിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിധ്വനിക്കും. ജനങ്ങൾ വോട്ടിടാനായി ക്യൂ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ജനങ്ങൾ വോട്ടിടാനായി തീരുമാനം എടുക്കുമ്പോൾ ഇത്തരം ഫാക്ടറുകളെല്ലാം തന്നെ പരിഗണിച്ചായിരിക്കും അവർ വോട്ടിടാൻ പോവുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ സാധിക്കുക. അതെ. പിന്നെ കണ്ണൂരിൽ ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച PP ദിവ്യയുടെ വിഷയമാണെങ്കിലും പാർട്ടി PP ദിവ്യയെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്താതിരുന്ന ഒരു സമയത്ത് സ്വാഭാവികമായും പാർട്ടി ചിന്തിച്ചിരുന്നത് PP ദിവ്യയെ മാറ്റി നിർത്തുമ്പോൾ അത് ജനങ്ങൾക്കിടയിൽ ഒരു പാർട്ടിക്ക് നല്ലൊരു മുഖം സമ്മാനിക്കുമെന്നായിരുന്നു. പക്ഷെ അവര് തന്നെ തിരിച്ചടിയാകുമെന്നാണ് കരുതുന്നത്. PP ദിവ്യയെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്താതിരുന്ന സമയത്ത് പാർട്ടി പ്രതീക്ഷിച്ചിരുന്ന ഒരു നേട്ടമുണ്ടായിരുന്നു. അത് PP ദിവ്യയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പൂർണ്ണമായും ഇല്ലാതെ ആകുന്നത് നമ്മൾ കണ്ടിരുന്നു. കാരണം അവർ പറയുന്നുണ്ട്, കണ്ണൂരിൽ ഈ പറയുന്നത് പോലെ CPM ചേർത്ത് പിടിച്ചിട്ടുള്ള ഇത്രയും നേതാക്കന്മാരുണ്ടായിട്ട് CPM ചേർത്ത് പിടിച്ചിട്ടുള്ള അല്ലെങ്കിൽ അനുകൂലിച്ചിട്ടുള്ളത് തന്നെ മാത്രമാണ് എന്നുള്ള രീതിയിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ഒക്കെ ഇട്ടപ്പോൾ അതിന് താഴെ വരുന്ന കമന്റുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത്രത്തോളം ക്രിമിനൽ ആയിട്ടുള്ള ഒരു വ്യക്തിയെ CPM സപ്പോർട്ട് ചെയ്തു എന്നുള്ളത്. പിന്നെ നമ്മൾ കണ്ണൂർ കോർപ്പറേഷനിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ, കണ്ണൂർ കോർപ്പറേഷനിൽ ഭരിച്ചിരുന്നത് തുടക്കത്തിലെ LDF EP ലതയായിരുന്നു. നമുക്കറിയാം ആ ഒരു വർഷം മാത്രമാണ് അവിടെ CPM അഡ്രസ് ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, CPM അതിൽ പിടിക്കാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നതും കോൺഗ്രസിൽ വിമതനായി പോയ PK രാഗേഷിന്റെ പിന്തുണയോടെയായിരുന്നു ഇത്തരത്തിൽ LDF ആ ഒരു കണ്ണൂർ കോർപ്പറേഷൻ കിട്ടുന്നത്. പിന്നീട് അദ്ദേഹം തിരിച്ച് കോൺഗ്രസിലേക്ക് വന്നപ്പോൾ അവരുടെ കയ്യിലിരുന്ന് ഈ ഒരു വ്യക്തി കൂടെ പോന്നപ്പോൾ അതിന്റെ കൂടെ തന്നെ കോർപ്പറേഷനും UDF കയ്യിലേക്ക് വരുന്ന ഒരു സാഹചര്യമായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നീട് 2020 നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ് ഇത്തരത്തിൽ UDF വലിയ ഭൂരിപക്ഷത്തോടു കൂടി കണ്ണൂർ കോർപ്പറേഷൻ തിരിച്ചു പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഇപ്പൊ 2025 വരുമ്പോഴും ഇത്തരത്തിലൊരു ബാക്കിയുള്ള ജില്ലയിൽ മറ്റു പറയുന്നത് പോലെ ബ്ലോക്ക് പഞ്ചായത്ത് ഇല്ല. തീർച്ചയായിട്ടും ഇല്ല. നമുക്കറിയാം ഒരു സീറ്റ് മാത്രം എന്തുവാണ് BJP കണ്ണൂർ കോർപ്പറേഷനിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചിത്രത്തിൽ BJP ഇല്ല എന്നുള്ളതാണ്. അടുത്തൊരു തെരഞ്ഞെടുപ്പിൽ ആ ഒരു സീറ്റ് കൂടി മറ്റ് ഈ പറയുന്ന കോൺഗ്രസ് പിടിച്ചെടുത്ത് അല്ലെങ്കിൽ LDF കയ്യിലിരിക്കുന്ന സീറ്റുകൾ കൂടി പിടിച്ചെടുക്കാനുള്ള ഒരു തന്ത്രപരമായ നീക്കമാണ് UDF നടത്തിയിരിക്കുന്നത്. നിലവിൽ UDF 35 സീറ്റും CPM 19 സീറ്റുകളാണ്. അങ്ങനെ 55 സീറ്റുകൾ. അപ്പോൾ നിർണായകമാകും UDF തേരോട്ടം തന്നെ ആയിരിക്കും. അല്ലാതെ വേറെ ഒന്നും അവിടെ വലിയ സാധ്യതകളൊന്നും കാണുന്നില്ല. CPM ഒരു അട്ടിമറിയാണ് ഇവർ ലക്ഷ്യമിടുന്നതെങ്കിൽ CPM തിരിച്ചുവരവ്, മാസ്ക ബാപ്പ് തിരിച്ചുവരവ് നമുക്ക് കാണേണ്ടി വരും.